വേതന വർധനവും ബോണസും ആവശ്യപ്പെട്ട് മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ നടത്തുന്ന സമരം 9ാം ദിവസത്തിലേക്ക് കടന്നു. ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരം ഇന്നും തുടരുകയാണ്. സമരസ്ഥലത്തെത്തിയ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണ, ലതിക സുഭാഷ് എന്നിവർക്ക് നേരെ പ്രതിഷേധമുണ്ടായി. സമരം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് രാജേന്ദ്രൻ എംഎൽഎയുടെ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. 20% ബോണസ് വർധനവും 500 രൂപ വേതനവും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ ആരംഭിച്ച സമരം 9ാം ദിവസവും പുരോഗമിക്കുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചുള്ള സമരം ഇന്നും തുടരുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ഇതിനിടയിലാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KPCC ജനറൽ സെക്രട്ടറി ലതിക സുഭാഷ്, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണ എന്നിവർ സമരസ്ഥലത്തെത്തിയത്. ഇവർക്ക് നേരെ പ്രതിഷേധമുണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് ഇവർക്ക് സ്ഥലത്ത് നിന്ന് മടങ്ങേണ്ടി വന്നു. സമരക്കാരുടെ പ്രതിഷേധം മനസ്സിലാക്കുന്നതായും സമരത്തിന് പൂർണ്ണ പിന്തുണയുണ്ടെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. നമ്മളൊക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിന് നമ്മൾ എഴുന്നേക്കാൻ തയ്യാറായി. കാരണം അവരുടെ വികാരത്തെ നമ്മൾ മാനിക്കും. നമുക്ക് മാനിക്കാതിരിക്കാൻ തന്നെ അവരുടെയൊക്കെ വാക്കുകളിൽ, അവരുടെയൊക്കെ ചിന്തകളിൽ നമ്മളൊക്കെ പ്രതിസ്ഥാനത്താണ്. രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ള മുഴുവൻ പേരും പ്രതിസ്ഥാനത്താണ്. സമരസ്ഥലത്തെത്തിയ KK രമയ്ക്ക് നേരെയും ആളറിയാതെ പ്രതിഷേധമുണ്ടായി. അടിച്ചമർത്തപ്പെട്ടവന്റെ വേദനയാണ് ഇതിലൂടെ പുറത്തു വന്നതെന്ന് KK രമ പറഞ്ഞു. കാരണം അവര് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരാണ്, തൊഴിലാളി സംഘടനയുടെ നേതാക്കന്മാർക്കെതിരാണ്. അവരാണ് ഇവരെ ഈ ജീവിതം ഈ രൂപത്തിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധ ന്യായമാണ്. അവരുടെ വരുന്ന ഈ വികാരം അവരുടെ ഹൃദയങ്ങളിൽ വരികയാണ്. ഇതിനിടെ തൊഴിലാളി സമരം പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് എസ് രാജേന്ദ്രൻ MLA നടത്തുന്ന നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. രാജേന്ദ്രനെതിരെ ഇന്നും രൂക്ഷമായ പ്രതിഷേധമാണ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. റിപ്പോർട്ടർ, ഇടുക്കി.